ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അനു, ഇതെൻ്റെ ഭർത്താവ് ടാൻസി. ഞങ്ങൾ അങ്കമാലി ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് കാനഡയിലാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 13 ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി ഇന്നേ എടുക്കാൻ സാധിച്ചുള്ളൂ. അതുവരെ ഞാൻ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയായിരുന്നു. ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്ഭുതങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും സാക്ഷ്യം പറയാനുമാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി എൻ്റെ ഭർത്താവിൻ്റെ ജോലി, ആളവിടെ കാനഡയിൽ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ബെറ്റർ ബാങ്കിൽ ഒരു ജോലി, കരിയർ ഡെവലപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ആളതിന് അപ്ലൈ ചെയ്യുകയും അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ പുതിയ ഒരു ജോലി സ്ഥലത്ത് പോയി തുടങ്ങി. ആ ബാങ്കിൽ ഒരു 2 മാസമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ജോലിയായിരുന്നു. ആൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. കാരണം 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇനി പെട്ടെന്ന് ആ ജോലി കളഞ്ഞ് വേറൊരു ജോലി നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടാനും ഭയങ്കര പാടാണ്. നമുക്കുണ്ടായിരുന്ന ഒരു നല്ല ജോലി കളഞ്ഞിട്ടാണ് നമ്മളത് പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്തത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് കളയാനും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഈ സ്ട്രെസ്സിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും, നമുക്ക് ലോയേഴ്സോ അല്ലെങ്കിൽ റെക്കമെൻഡിന് ആളോ ഒന്നും വേണ്ട. നമ്മുടെ ഇസ്രായേലിൻ്റെ കർത്താവായ ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ആ റെക്കമെൻഡേഷൻ മതി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 എത്തിക്കുന്നതിൻ്റെ കൂടെ എന്നും ജപമാല കൂടി ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേറൊരു ബാങ്കിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അതിന് അപ്ലൈ ചെയ്തു. പക്ഷെ അത് ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിലായിരുന്നില്ല, വേറൊരു സ്ഥലത്തായിരുന്നു. കുറച്ച് ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയിൽ ഒരു ജോലി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല. അവിടെ ഇൻട്രോ ഒക്കെ വരുമ്പോൾ ഭയങ്കര സ്നോയും ഒക്കെ ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ അത് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വേക്കൻസിയോ വരാറില്ല, എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ വേറെ സ്ഥലത്താണെങ്കിലും വന്നപ്പോൾ ഇവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. 3 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ ഒരു ജോലി സ്ഥലത്ത് നിന്ന് 2-3 മാസത്തിനുള്ളിൽ എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളൊരു ചോദ്യം എന്തായാലും പുതിയ സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കും. അതൊരു ബ്ലാക്ക് മാർക്കായി, നെഗറ്റീവ് മാർക്കായിട്ട് എന്തായാലും കാണും എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഓരോ റൗണ്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അതൊരു കുഴപ്പമില്ലാതെ അവരത് കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷനും പോവാതെ എല്ലാം ക്ലിയറായി ആ ജോലി കിട്ടി. അതിലും വലിയ അത്ഭുതം, ആ ജോലി ഞങ്ങൾ അപ്ലൈ ചെയ്ത സ്ഥലത്ത് അല്ല കിട്ടിയത്. അവർ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വിളിച്ചപ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് അപ്പോളജി പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ ഒരു പൊസിഷൻ അവർ ഉണ്ടാക്കി അവിടെ ഒരു ജോലി തരട്ടെ എന്നാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ അത് വലിയൊരു അത്ഭുതമായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ സാലറി ഒന്നും ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല, കാരണം ഞങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ജോലി മതിയായിരുന്നു ആ ടൈമിൽ. പക്ഷേ ആ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയിലേക്കാൾ കൂടുതൽ സാലറിയിലാണ് ഞങ്ങൾക്ക് ദൈവം പുതിയ സ്ഥലത്ത് ഞങ്ങളുടെ തന്നെ സിറ്റിയിൽ ഒരു ജോലി തന്നത്. ഇതെല്ലാം സംഭവിച്ചത് 1 മാസത്തിനുള്ളിലാണ്. ഇതെല്ലാം നടക്കാൻ 1 മാസം എന്ന് പറയുന്നത് അവിടെ വളരെ വളരെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ 1000 നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. അടുത്തത്, എൻ്റെ കാലിൻ്റെ പാദത്തിന്മേൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ചെറിയൊരു മുഴയായിട്ടാണ് തുടങ്ങിയത്. ഒരു ബോണി, ഒരു
ബമ്പ് പോലെയാണ് തുടങ്ങിയത്. പക്ഷെ അത് പിന്നെ വലുതായി വന്നു. കാലിൻ്റെ പാദത്തിലായിരുന്നു. അത് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സ്കാൻ ചെയ്തു, പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല, ബിനൈനാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ സർജറിയെ പറ്റൂ, വേറെ ഒന്നുമില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. ഈ പെയിനും അവരൊന്നും തന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് വെച്ചിങ്ങനെ നടക്കും. എന്നും അതിൻ്റെ വലിപ്പം കൂടി വരുന്ന പോലെ എനിക്ക് തോന്നും. നല്ല വേദനയുണ്ട്. അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ, ഞങ്ങളെന്നും സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും മുടങ്ങാതെ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ എൻ്റെ കാല് അറിയാതെ നിലത്ത് മുട്ടി ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഈ മുഴയിൽ കൈ പിടിച്ചിട്ട് മാതാവിനോട് ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ വലുതായി വന്നാൽ ഞാൻ ഇനി എന്ത് ചെയ്യും. അപ്പോൾ എൻ്റെ കൈ ആ ഒരു ബമ്പിലുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കതിങ്ങനെ താന്നു പോയ പോലെ തോന്നി. എൻ്റെ കയ്യിൽ, ഞാൻ അതിലേക്ക് നോക്കുന്നില്ല, ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് താന്നു പോയ പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. അതെൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ബോൺ പോലെയുള്ള ഒരു മുഴ അവിടെ നിന്ന് മാഞ്ഞു പോയി. അത് താഴ്ന്നു പോയി. അതെനിക്ക് അറിയാം. അതെനിക്ക് തൊട്ട് നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് എങ്ങനെയോ താന്നു പോയി. അത് കുറേ നാളായി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ വേദനയും ഇല്ല. ദൈവം തന്ന എല്ലാ ഇതുപോലെയുള്ള ഒരുപാട് ചെറുതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥനകൾ മുടങ്ങാതെ, ഞങ്ങൾ 5:30 പറഞ്ഞ പോലെ പ്രതിഷീകരണ പ്രാർത്ഥന കൂടെ ഞങ്ങൾ ജപമാല എന്നും എത്തിക്കും. പിന്നെ സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല. അതിൻ്റെ കൂടെ ഉടമ്പടി സന്ധ്യാപ്രാർത്ഥനയും, പിന്നെ കുർബാന എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം, അല്ലെങ്കിൽ അവിടെ കുർബാനയുള്ള ദിവസങ്ങളിലെല്ലാം കുർബാന കാണുകയും അതിൽ പങ്കെടുക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും വചനം വായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. അതിൽ കൂടുതൽ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ട, അവർ ഒറ്റയ്ക്ക് പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കും, കുറച്ച് സമയം അടുത്ത് വന്നിരിക്കാമോ, സംസാരിക്കാമോ. അങ്ങനെ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെ പോകാറുണ്ട്, വിസിറ്റിങ്ങിന് പോകാറുണ്ട്. എന്നിട്ട് സംസാരിക്കും. അത് മതി അവർക്ക്. അങ്ങനെ കൂടുതൽ ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. അവരെയും ദൈവത്തിൻ്റെ ദൈവപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പകർന്നു കൊടുത്ത് പ്രാർത്ഥനയിലും ഒക്കെയാണ് ഞങ്ങൾ വളർത്തുന്നത്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ കുറവുകൾക്കും, വേദനകൾക്കും, എല്ലാത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു.